നമ്മുടെയൊക്കെ ധാരണയിൽ കുന്നംകുളം എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരിക അവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ പ്രിന്റിംഗ് പ്രസ്സുകളോ ആയിരിക്കും അല്ലേ? എന്നാൽ ഈ കുന്നംകുളം ടൗണിന്റെ തിരക്കുകൾക്കിടയിൽ കാലം മായ്ച്ചു കളയാൻ ശ്രമിച്ച ഭീകരമായ ഒരു രഹസ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അതായത് വാസ്കോഡഗാമ എന്ന വിദേശി നമ്മുടെ മണ്ണിൽ കാല് കുത്തുന്നതിനും എത്രയോ മുൻപ്, ഇതേ കുന്നംകുളത്ത് നിന്ന് ലോകം മുഴുവൻ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു വ്യാപാരി ഇവിടെ ജീവിച്ചിരുന്നു. അയാളുടെ പേര് കേട്ടാൽ ഇന്നും വത്തിക്കാനിലെ രഹസ്യാറകൾ പോലും വിറയ്ക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അയാൾ വെറുമൊരു കച്ചവടക്കാരനായിരുന്നില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗണിത ശാസ്ത്രജ്ഞൻ, പൈശാചികമായ ആചാരങ്ങൾ പിന്തുടരുന്ന ഒരു നിഗൂഢ സംഘത്തിന്റെ തലവൻ, അതുമല്ലെങ്കിൽ ലോകത്തെ ഇന്നും അടക്കി ഭരിക്കുന്ന ഒരു രഹസ്യ സാമ്രാജ്യത്തിന്റെ അധിപൻ. ആരായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഇട്ടിക്കോര? തൃശ്ശൂരിലെ ഒരു സാധാരണ കുന്നംകുളംകാരൻ എങ്ങനെയാണ് ലോകത്തെ വിറപ്പിച്ച ഇലുമിനാറ്റികളെക്കാൾ വലിയ ശക്തിയായി മാറിയത്? അയാളുടെ കൈവശമുണ്ടായിരുന്ന ആ 18-ാം കൂറ്റ് ഗണിതത്തിന്റെ രഹസ്യമെന്താണ്? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെറുമൊരു നോവൽ കഥയല്ല. കുന്നംകുളത്തിന്റെ മണ്ണിൽ ഇന്നും ജീവിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു മിസ്റ്ററിയുടെ ചുരുളഴിക്കലാണ്. ശ്വാസമടക്കി പിടിച്ചു കേൾക്കുക. ഇതാണ് ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ വിചിത്രമായ ലോകം. എന്താണ് ഈ 18-ാം കൂറ്റ്? ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ കഥ കേൾക്കുമ്പോൾ നമ്മളെ ഏറ്റവും അധികം കുഴപ്പിക്കുന്ന ഒരു വാക്കാണ് 18-ാം കൂറ്റ്. സാധാരണയായി കേരളത്തിലെ നസ്രാണികൾക്കിടയിൽ 7-ാം കൂറ്റുകാരും, അതായത് പുത്തൻ കൂറ്റ്, 8-ാം കൂറ്റുകാരും, അതായത് പഴയ കൂറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 18-ാം കൂറ്റുകാർ ആരാണ്? ചരിത്ര പുസ്തകങ്ങളിൽ ഇല്ലാത്ത ഈ വിഭാഗത്തെ കുറിച്ച് നൽകുന്ന വിശദീകരണം ഞെട്ടിക്കുന്നതാണ്. പുറത്താക്കപ്പെട്ടവരുടെ കൂട്ടായ്മ. 15-ാം നൂറ്റാണ്ടിൽ കുന്നംകുളം കേന്ദ്രീകരിച്ച് വളർന്നു വന്ന ഒരു രഹസ്യ വിഭാഗമാണിത്. ഔദ്യോഗിക സഭകളുടെ നിയമങ്ങളോ വിശ്വാസങ്ങളോ ഇവർ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഭ ഇവരെ ദൈവവിരോധികളായി പ്രഖ്യാപിച്ച് പുറത്താക്കി. അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവർ ഒത്തുചേർന്നപ്പോഴാണ് 18-ാം കൂറ്റ് ഉണ്ടായത്. ഇവർ ദൈവത്തെക്കാൾ വലിയതായി കാണുന്നത് അറിവിനെ ആയിരുന്നു. 18-ാം കൂറ്റുകാർ വിശ്വസിച്ചിരുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഗണിതശാസ്ത്രപരമായ കൃത്യതയോടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ഗണിതത്തെക്കാൾ എത്രയോ മടങ്ങ് അപ്പുറമായിരുന്നു ഇട്ടിക്കോരയുടെയും സംഘത്തിന്റെയും അറിവ്. മനുഷ്യ ശരീരത്തിന്റെ അളവുകൾ, നക്ഷത്രങ്ങളുടെ ഗതി, കടലിലെ കാറ്റിന്റെ വേഗത എന്നിവ ഇവർ ഗണിതത്തിലൂടെ മുൻകൂട്ടി കണ്ടു. ഈ അറിവ് ഉപയോഗിച്ചിട്ടാണ് ഇട്ടിക്കോര തന്റെ വ്യാപാര സാമ്രാജ്യം പടുത്തുയർത്തിയത്. അവർക്ക് ഗണിതം വെറും വിഷയമായിരുന്നില്ല, അതൊരു ആരാധനയായിരുന്നു. എന്തുകൊണ്ടാണ് സഭ ഇവരെ ഇത്രയധികം ഭയപ്പെട്ടത്? 18-ാം കൂറ്റുകാർക്ക് ഭയപ്പെടുത്തുന്ന ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു. ഇട്ടിക്കോര സേവ ഇതിൽ പ്രധാനമാണ്. ബുദ്ധിശക്തിയും ആരോഗ്യവും വർദ്ധിപ്പിക്കാനായി അവർ മനുഷ്യമാംസം ഭക്ഷിക്കുന്ന വിരുന്നുകൾ നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. തങ്ങളുടെ അറിവുകൾ ലോകത്തിന് മുഴുവൻ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അത് രഹസ്യ കോഡുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അവർ കൈമാറി. ഈ രഹസ്യ സ്വഭാവം കാരണം ഇവർ ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഇലുമിനാറ്റി പോലെയുള്ള ഒരു രഹസ്യ സംഘമായി മാറി. 18-ാം കൂറ്റ് വെറും ഒരു കുന്നംകുളം ടീമായിരുന്നില്ല. ഇട്ടിക്കോരയിലൂടെ ഇവർക്ക് ഇറ്റലിയിലെ ഫ്ലോറൻസുമായും അറബ് രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചിയെ പോലെയുള്ള മഹാപ്രതിഭകൾ പോലും ഈ 18-ാം കൂറ്റുകാരുടെ അറിവുകൾക്കായി ദാഹിച്ചിരുന്നു. ഇട്ടിക്കോരയുടെ കാലശേഷം ഇവർ ഒരു ആഗോള മാഫിയായി മാറിയെന്നും ഇന്നും ലോകത്തിലെ വൻകിട ആയുധ കച്ചവടവും സാമ്പത്തിക ഇടപാടുകളും ഇവരാണ് നിയന്ത്രിക്കുന്നതെന്ന് പലരും ഇപ്പോഴും വിശ്വസിച്ചു പോരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കാലം അറിഞ്ഞിരുന്ന ചരിത്രത്തിനപ്പുറം മറ്റൊരു ലോകം കുന്നംകുളത്ത് നിലനിന്നിരുന്നു. ആ രഹസ്യങ്ങളുടെ കാവൽക്കാരനാണ് 18-ാം കൂറ്റുകാർ. നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഇട്ടിക്കോരയുടെ വ്യാപാരത്തെയും അറിവിനെയും കുറിച്ചാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് കേട്ടാൽ നിങ്ങളുടെ ഉള്ളൊന്ന് പിടയും. കുന്നംകുളത്തെ പഴയ തറവാടിന്റെ ഇരുളടഞ്ഞ നിലവറകളിൽ അർദ്ധരാത്രിയിൽ ആരും അറിയാതെ ചില വിരുന്നുകൾ നടന്നിരുന്നു. സാധാരണ വിരുന്നുകളല്ല, ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ വിരുന്നുകൾ. ആ മേശപ്പുറത്ത് സ്വർണ്ണത്തളികളിൽ വിളമ്പിയിരുന്നത് ആടോ മാടോ ആയിരുന്നില്ല, മറിച്ച് വൈദഗ്ധ്യത്തോടെ പാകം ചെയ്ത മനുഷ്യമാംസമായിരുന്നു. കേൾക്കുമ്പോൾ അറപ്പ് തോന്നാം, പക്ഷേ 18-ാം കൂറ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ഭക്ഷണമല്ല, ഇതൊരു വിശുദ്ധ കർമ്മമാണ്. തങ്ങളുടെ ശത്രുക്കളെയോ അല്ലെങ്കിൽ അസാമാന്യ ബുദ്ധിയുള്ളവരെയോ കൊന്ന് അവരുടെ അവയവങ്ങൾ ആചാരപരമായി പാകം ചെയ്ത് ഭക്ഷിച്ചാൽ അവരുടെ ബുദ്ധിയും കരുത്തും തങ്ങളിലേക്ക് പടരുമെന്ന് ഇട്ടിക്കോര വിശ്വസിച്ചു. ഇതിനെയാണ് ഇട്ടിക്കോര സേവ എന്ന് വിളിക്കുന്നത്. ഈ ക്രൂരതയ്ക്ക് പിന്നിലും ഇട്ടിക്കോരയ്ക്ക് ഒരു ഗണിതമുണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവവും
കൃത്യമായ അളവുകളിൽ മുറിക്കണമെന്നും അത് കഴിക്കുന്നതിന് പ്രത്യേക സമയമുണ്ടെന്നും അയാൾ നിശ്ചയിച്ചു. ഇട്ടിക്കോരയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ യൂറോപ്പിൽ നിന്നും അറേബ്യയിൽ നിന്നും അതിഥികൾ കുന്നുകുളത്തെത്തി. അവിടെ വെച്ച് അവർ മനുഷ്യമാംസം നുണഞ്ഞുകൊണ്ട് ലോകം എങ്ങനെ പങ്കിട്ടെടുക്കാമെന്ന് ചർച്ച ചെയ്തു. ലിയനാർഡോ ഡാവിഞ്ചി തന്റെ വിഖ്യാതമായ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം വരയ്ക്കാൻ പ്രചോദനമായത് ഇട്ടിക്കോരയുടെ ഈ രക്തരൂഷിതമായ വിരുന്നുകളാണെന്ന് ഈ കഥ സൂചിപ്പിക്കുന്നു. ആ ചിത്രത്തിലെ രഹസ്യക്കോടുകൾ ഇട്ടിക്കോരയുടെ തീന്മേശയിലെ ക്രൂരതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യുദ്ധഭൂമികളിൽ നിന്നും കാണാതാകുന്ന മനുഷ്യർ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആരുമറിയാതെ അപ്രത്യക്ഷമാകുന്ന പ്രതിഭകൾ, ഇവരുടെയൊക്കെ അവസാനം ചെന്നെത്തുന്നത് ഇട്ടിക്കോരയുടെ പിൻഗാമികൾ ഒരുക്കുന്ന ആ സ്വർണ്ണത്തളികളിലാണോ? കുന്നുകുളത്തെ ചില പഴയ തറവാടുകളിൽ ഇന്നും പാതിരാത്രിയിൽ അടുപ്പുകൾ എരിയുന്നുണ്ടെങ്കിൽ അതിൽ വേവുന്നത് എന്താണെന്ന് ആർക്കറിയാം? നമ്മൾ ഇന്ന് കരുതുന്നത് മലയാളികൾ വിദേശത്തേക്ക് ചേക്കേറാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണെന്നാണ്. എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ കുന്നുകുളത്തെ കരിമണ്ണിൽ നിന്നും പായക്കപ്പൽ കയറി യൂറോപ്പിന്റെ ഹൃദയഭാഗത്തേക്ക് ഒരാൾ ചെന്നു കയറി, ഫ്രാൻസിസ് ഇട്ടിക്കോര. പക്ഷേ അയാൾ എന്തിനാണ് ഇറ്റലിയിലേക്ക് പോയത്? വെറും കുരുമുളക് കച്ചവടത്തിനായിരുന്നു ആ യാത്ര. ആ കാലത്ത് ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരം കലയുടെയും അറിവിന്റെയും കേന്ദ്രമായിരുന്നു. എന്നാൽ ഇട്ടിക്കോര അവിടേക്ക് പോയത് അറിവ് തേടിയല്ല, മറിച്ച് അറിവ് കൊടുക്കാനായിരുന്നു. 18-ാം നൂറ്റാണ്ടുകാർ വികസിപ്പിച്ചെടുത്ത നിഗൂഢമായ ഗണിതശാസ്ത്രം ഇറ്റാലിയൻ പണ്ഡിതന്മാർക്ക് അന്ന് അത്ഭുതമായിരുന്നു. ഇട്ടിക്കോര തന്റെ പക്കലുള്ള പുരാതനമായ ഗണിത സൂത്രവാക്യങ്ങൾ അവിടുത്തെ ഭരണാധികാരികളായ മെഡിസി കുടുംബത്തിന് കൈമാറി. പകരം അയാൾ ആവശ്യപ്പെട്ടത് യൂറോപ്പിലെ ഏറ്റവും രഹസ്യമായ അറിവുകളും പുസ്തകങ്ങളുമായിരുന്നു. ഈ ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ ഇട്ടിക്കോര ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാന ശേഖരത്തിന്റെ ഉടമയായി മാറി. ഈ യാത്രയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇതാണ്: ലോക പ്രശസ്ത ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചിയും ഇട്ടിക്കോരയും തമ്മിലുള്ള ബന്ധം. ഡാവിഞ്ചിയുടെ വിഖ്യാതമായ ചിത്രങ്ങൾ, അത് മൊണാലിസയാകട്ടെ ലാസ്റ്റ് സപ്പർ ആകട്ടെ, അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സങ്കീർണമായ ജാമിതീയ അളവുകൾ ഇട്ടിക്കോര പഠിപ്പിച്ചു കൊടുത്തതാണെന്ന് കഥ സൂചിപ്പിക്കുന്നു. ഫ്ലോറൻസിലെ രഹസ്യ സങ്കേതങ്ങളിൽ വെച്ച് ഇട്ടിക്കോര നടത്തിയ വിരുന്നുകളിൽ ഡാവിഞ്ചി പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് കണ്ട വിചിത്രമായ കാഴ്ചകളാണ് ഡാവിഞ്ചിയുടെ പിൽക്കാല രചനകളെ സ്വാധീനിച്ചത്. ചുരുക്കത്തിൽ യൂറോപ്യൻ നവോത്ഥാനത്തിന് പിന്നിൽ കുന്നുകുളത്തു നിന്നുള്ള ഈ മനുഷ്യന്റെ തലച്ചോറുണ്ടായിരുന്നു. ഇട്ടിക്കോര ഇറ്റലിയിലേക്ക് പോയത് കേവലം കച്ചവടത്തിനല്ല, മറിച്ച് ലോകത്തെ നിയന്ത്രിക്കാനുള്ള ഒരു വലിയ കൂട്ടായ്മ രൂപീകരിക്കാനായിരുന്നു. ഇറ്റലിയിലെ സമ്പന്നരും അറബ് വ്യാപാരികളും കുന്നുകുളത്തെ 18-ാം നൂറ്റാണ്ടുകാരും ചേർന്ന് ഒരു രഹസ്യ കരാറിൽ ഒപ്പിട്ടു. ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെയും രാഷ്ട്രീയത്തെയും തങ്ങളുടെ വിരൽത്തുമ്പിൽ നിർത്താനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അവിടെ വെച്ചാണ് തയ്യാറാക്കപ്പെട്ടത്. വർഷങ്ങളോളം വിദേശത്ത് താമസിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ കൈക്കലാക്കി ഇട്ടിക്കോര കുന്നുകുളത്ത് തിരിച്ചെത്തി. വന്നത് വെറുതെയോടെയല്ല, വിദേശത്തുള്ള തന്റെ സാമ്രാജ്യം നിയന്ത്രിക്കാനുള്ള വലിയൊരു സംവിധാനവുമായാണ്. അയാൾ കൊണ്ടുവന്ന നിഗൂഢ ഗ്രന്ഥങ്ങളും അറിവുകളുമാണ് ഇന്നും 18-ാം നൂറ്റാണ്ടുകാർ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നത്. നമ്മൾ ഇതുവരെ ഇട്ടിക്കോരയുടെ ചരിത്രവും യാത്രകളുമാണ് കണ്ടത്. എന്നാൽ ഇന്ന് കുന്നുകുളത്തെ ചില രഹസ്യ തറവാടുകളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള അതീവ രഹസ്യ സങ്കേതങ്ങളിൽ നിന്നും തുടർന്നു പോരുന്ന ഭീകരമായ 2 കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്: കോരയ്ക്ക് കൊടുക്കലും പിന്നെ ദുരൂഹമായ കോരപ്പൂട്ടും. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന കഥയിലെ ഏറ്റവും ഭീകരമായ സത്യം വെളിപ്പെടുത്തുന്നത് ആ തറവാട്ടിലെ വിവാഹങ്ങളിലൂടെയാണ്. കുന്നുകുളത്തെ ആ പ്രശസ്തമായ തറവാട്ടിലേക്ക് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു വരുമ്പോൾ അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല താൻ ചെന്നു കയറുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രക്തദാഹിയുടെ മലയിലേക്കാണ്. ആ തറവാട്ടിലെ പുരുഷന്മാർ വിവാഹം കഴിക്കുന്നത് തങ്ങളുടെ വംശം നിലനിർത്താൻ മാത്രമല്ല, അവിടെ ഒരു വിചിത്രമായ ആചാരമുണ്ട്. ആ കുടുംബത്തിലേക്ക് പുതുതായി എത്തുന്ന മണവാട്ടി തന്റെ ആദ്യ രാത്രി സമർപ്പിക്കേണ്ടത് തന്റെ ഭർത്താവിനല്ല, മറിച്ച് സാക്ഷാൽ ഫ്രാൻസിസ് ഇട്ടിക്കോരയ്ക്കാണ്. പക്ഷേ ഇട്ടിക്കോര നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മരിച്ചതല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇവിടെയാണ് 18-ാം നൂറ്റാണ്ടുകാരുടെ ഭ്രാന്തമായ വിശ്വാസം. ആ തറവാട്ടിലെ കാരണവർ ഇട്ടിക്കോരയുടെ പ്രതിരൂപമായി മാറുന്നു. പുതുതായി വരുന്ന പെൺകുട്ടിയെ ഇട്ടിക്കോരയ്ക്കുള്ള കാഴ്ചയായി അവർ സമർപ്പിക്കുന്നു. ഇതാണ് കോരയ്ക്ക് കൊടുക്കൽ ചടങ്ങ്. ഈ ആചാരത്തിന്റെ ലക്ഷ്യം കേവലം ലൈംഗിക ദാഹമല്ല, മറിച്ച് വിശുദ്ധമായ ഒരു ഗണിതമാണ്. ആ പെൺകുട്ടിക്ക് ജനിക്കുന്ന ആദ്യത്തെ കുട്ടി ഇട്ടിക്കോരയുടെ അംശമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ആ കുട്ടിക്ക് 18-ാം നൂറ്റാണ്ടിന്റെയും ഇട്ടിക്കോരയുടെയും ഗണിത ബുദ്ധി ജന്മനാ ലഭിക്കുമെന്നാണ് അവരുടെ കണ്ടെത്തൽ.
താൻ വിവാഹം കഴിച്ച പുരുഷനെയല്ല, മറിച്ച് ഇട്ടിക്കോരയുടെ പ്രതിരൂപമായ ആചാര്യനെ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ നിസ്സഹായത ഇവിടെ നമുക്ക് വെളിവാകുന്നു. ആ തറവാടിന്റെ ചുവരുകൾക്കുള്ളിൽ എത്രയോ പെൺകുട്ടികളുടെ കരച്ചിലുകൾ ആരും കേൾക്കാതെ പോയിട്ടുണ്ടാകാം. ഇതൊരു കുറ്റകൃത്യമായല്ല, മറിച്ച് ഒരു വലിയ വഴിപാടായിട്ടാണ് ആ കുടുംബത്തിലെ മറ്റുള്ളവർ കാണുന്നത്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് പോലും ഇതിന് സമ്മതം മൂടുന്നു. കാരണം ഇട്ടിക്കോരയെ പ്രീണിപ്പിക്കാതെ ആ കുടുംബത്തിന് നിലനിൽപ്പില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. കുന്നുകുളത്തെ ആ പഴയ തറവാട്ടിലെ അടച്ചിട്ട മുറികൾക്കുള്ളിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും മെഴുകുതിരികളുടെയും മണത്തിനിടയിൽ നടക്കുന്ന ഈ ആചാരം പുറലോകം അറിയാറില്ല. പുറമെ അവർ മാന്യന്മാരും വലിയ പണക്കാരുമാണ്. പക്ഷേ അകത്ത് അവർ ഇട്ടിക്കോരയുടെ ക്രൂരമായ നിയമങ്ങൾ പിന്തുടരുന്ന അടിമകളാണ്. രശ്മി ഒരു സാധാരണ ഗവേഷകയായിരുന്നു. എന്നാൽ ഒരു ദിവസം അവളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞ ആ ഒരു ഇമെയിൽ അവളുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു. അത് അയച്ചിരിക്കുന്നത് ഒരു വിദേശിയാണ്. പക്ഷേ അതിലെ ഉള്ളടക്കം ചെന്നെത്തുന്നത് നമ്മുടെ കുന്നുകുളത്തെ ആ പഴയ തറവാട്ടിലാണ്. എന്തായിരുന്നു ആ ഇമെയിൽ? അത് കേവലം കുറച്ച് അക്ഷരങ്ങളായിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇട്ടിക്കോര പൂട്ടിവെച്ച രഹസ്യങ്ങളുടെ ഡിജിറ്റൽ താക്കോലായിരുന്നു അത്. ആ ഇമെയിലിൽ ഉണ്ടായിരുന്നത് വിചിത്രമായ ചില കണക്കുകളും ജാമിതീയ രൂപങ്ങളുമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കോരപ്പൂട്ട് ഓർമ്മയില്ലേ? ഇട്ടിക്കോര തന്റെ നിധികൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ച ആ പൗരാണികമായ പൂട്ടുകളുടെ ഡിജിറ്റൽ രൂപമായിരുന്നു ആ ഇമെയിലിൽ ഉണ്ടായിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരും ഹാക്കർമാരും പോലും തകർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു കോഡ്. ആ മെയിലിലൂടെ രശ്മി മനസ്സിലാക്കുന്നു, ഇട്ടിക്കോര എന്നത് ചരിത്രത്തിൽ മരിച്ചുപോയ ഒരാളല്ല, മറിച്ച് ഇന്നും ഇന്റർനെറ്റിന്റെ അദൃശ്യ ലോകത്ത് ജീവിക്കുന്ന ഒരു ഭീകര ശക്തിയാണെന്ന്. ആ കോഡുകൾ വിടർത്തണമെങ്കിൽ ഇട്ടിക്കോരയുടെ ഗണിതമറിയുന്ന ഒരാൾക്ക് മാത്രമേ കഴിയൂ. മെയിലിലെ വിവരങ്ങൾ രശ്മിയെ ഞെട്ടിച്ചു കളഞ്ഞു. ഇറാഖിലെ യുദ്ധഭൂമിയിൽ നിന്നും കാണാതാകുന്ന സുന്ദരികളായ പെൺകുട്ടികൾ. അവർ എങ്ങോട്ടാണ് പോകുന്നത്? അവർ എത്തിപ്പെടുന്നത് കുന്നുകുളത്തെ ആ പഴയ തറവാടിന്റെ ഇരുട്ടറകളിലേക്കാണ്. ആ ഇമെയിലിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി ഉണ്ടായിരുന്നു. അത് ഇട്ടിക്കോരയുടെ ആ പഴയ മാംസവിരുന്നിന്റെ റെസിപ്പികളായിരുന്നു. മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗമാണ് കൂടുതൽ ബുദ്ധി നൽകുന്നത്, അത് എങ്ങനെ പാകം ചെയ്യണം എന്ന് ഗണിതശാസ്ത്രപരമായ കൃത്യതയോടെ ഇട്ടിക്കോര എഴുതി വെച്ചിട്ടുണ്ട്. ആധുനിക കാലത്തെ ഈ നിഗൂഢ സംഘടന ഇന്നും ആ റെസിപ്പികൾ പിന്തുടരുന്നു. അവർക്ക് ഇതൊരു ഭക്ഷണമായിരുന്നില്ല, മറിച്ച് അറിവ് നേടാനുള്ള കുറുക്കുവഴിയായിരുന്നു. രശ്മിക്ക് ലഭിച്ച ആ ഇമെയിൽ സത്യത്തിൽ ഒരു മരണവാറണ്ടായിരുന്നു. ആ രഹസ്യം അവൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവളും ആ വിരുന്നിലെ ഒരു ഇരയായി മാറുമോ? രശ്മിയുടെ ലോകം പെട്ടെന്നാണ് കീഴ്മേൽ മറിഞ്ഞത്. അവൾ ഒറ്റയ്ക്കായിരുന്നില്ല. കൂടെ അവളുടെ അടുത്ത സുഹൃത്തുക്കളായ അനുപമയും പ്രിയയും ഉണ്ടായിരുന്നു. ഇവർ മൂന്നുപേരും ചേർന്ന് തുടങ്ങിയ ഒരു ചെറിയ കൗതുകം അവരെ കൊണ്ടു ചെന്നെത്തിച്ചത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരു കെണിയിലേക്കാണ്. ആ ഇമെയിൽ സത്യത്തിൽ ഒരു ചൂണ്ടയായിരുന്നു. അത് അയച്ചത് മറ്റാരുമല്ല, ഇട്ടിക്കോരയുടെ ഇപ്പോഴത്തെ തലമുറയിലെ ഒരു പ്രധാനിയായ യുവാവും. ഇട്ടിക്കോരയുടെ അതേ ഗണിത ബുദ്ധിയും ക്രൂരതയും സിരകളിൽ പടരുന്ന ഒരാൾ. അനുപമയ്ക്കാണ് കുന്നംകുളവുമായി നേരിട്ട് ബന്ധമുള്ളത്. അവളുടെ കുടുംബ പേരുകൾ ചെന്നെത്തുന്നത് ഇട്ടിക്കോരയുടെ ആ പഴയ തറവാട്ടിലേക്കാണ്. താൻ ജനിച്ചു വളർന്ന മണ്ണിലെ ഈ ഭീകരമായ രഹസ്യങ്ങളെക്കുറിച്ച് അവൾക്കും ധാരണ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ യുവാവിന്റെ വരവോടെ അനുപമയുടെ ഉള്ളിലെ 18-ാം കൂറ്റിന്റെ രക്തം ഉണരുകയായിരുന്നു. ഒരു പക്ഷേ അവളിലൂടെ ആ തറവാട്ടിലേക്ക് പുതിയൊരു ഇരയെ എത്തിക്കുക എന്നതുകൂടി ആ യുവാവിന്റെ ലക്ഷ്യമായിരുന്നിരിക്കുക. ആ യുവാവ് രശ്മിയെയും സുഹൃത്തുക്കളെയും സമീപിക്കുന്നത് കേവലം അറിവ് പങ്കുവെക്കാനല്ല. അയാൾക്ക് വേണ്ടത് ആ പെൺകുട്ടികളുടെ ശരീരമാണ്. പക്ഷേ അതൊരു സാധാരണ ലൈംഗിക താല്പര്യമായിരുന്നില്ല. ഇട്ടിക്കോരയുടെ ആചാരപ്രകാരം ലൈംഗികത എന്നത് അധികാരത്തിലേക്കുള്ള ഒരു വഴിയാണ്. ആ യുവാവ് അവർക്ക് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ ഭ്രാന്തമായിരുന്നു. തന്നെ ശാരീരികമായി കീഴടക്കുന്നവർക്ക് മാത്രമേ ഇട്ടിക്കോരയുടെ ഗണിത രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കൂ എന്ന് അയാൾ വാശി പിടിച്ചു. അറിവിനായി ദാഹിച്ചിരുന്ന ആ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് രശ്മി, ആ പൈശാചികമായ വലയിൽ കുടുങ്ങുകയായിരുന്നു. ലൈംഗികതയെ ഒരു ആയുധമാക്കി മാറ്റി അവരെ തന്റെ അടിമകളാക്കി മാറ്റാനായിരുന്നു അയാളുടെ നീക്കം. ആ യുവാവ് ഇട്ടിക്കോരയുടെ ആധുനിക പതിപ്പായിരുന്നു. അയാൾക്ക് ഇന്റർനെറ്റും സൈബർ ലോകവും തന്റെ വിരൽത്തുമ്പിലായിരുന്നു. രശ്മിയുടെ ലാപ്ടോപ്പിലേക്ക് അയാൾ അയച്ച ഓരോ കോഡും ഓരോ ചിത്രവും അവളെ മാനസികമായി തളർത്താനും അയാളിലേക്ക് ആകർഷിക്കാനും ഉള്ളതായിരുന്നു. ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ പുരാതനമായ ചില രേഖാചിത്രങ്ങൾ തെളിയുന്നു. ആ വിദേശ യുവാവ് രശ്മിയോടും സുഹൃത്തുക്കളോടും സംസാരിക്കുന്നു. അവന്റെ ശബ്ദം ശാന്തമാണ്, പക്ഷേ അതിലൊരു വശീകരണ ശക്തിയുണ്ട്. രശ്മിയും സുഹൃത്തുക്കളും ആ യുവാവിന്റെ വാക്കുകളിൽ മയങ്ങിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ ലാപ്ടോപ്പിലെ ഒരു ചിത്രം ചൂണ്ടിക്കാട്ടി അവരോട് ചോദിച്ചു, "നിങ്ങൾക്കറിയാമോ ഈ സ്ത്രീ ആരാണെന്ന്?" അതൊരു സുന്ദരിയായ സ്ത്രീയുടെ ചിത്രമായിരുന്നു. അറിവും ആത്മവിശ്വാസവും തുടിക്കുന്ന കണ്ണുകൾ. പക്ഷേ ആ ചിത്രം നോക്കി അയാൾ പറഞ്ഞ വാക്കുകൾ അവരെ നടുക്കിക്കളഞ്ഞു. ഇവളാണ് ഹൈപ്പേഷ്യ, ഇട്ടിക്കോരയുടെയും 18-ാം കൂറ്റുകാരുടെയും സാക്ഷാൽ ദൈവം.
നാലാം നൂറ്റാണ്ടിലെ ഈജിപ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ അറിവിൻ്റെ കേന്ദ്രമായ അലക്സാണ്ട്രിയ ലൈബ്രറി. അവിടെ ഇരുന്ന് പ്രപഞ്ചത്തിൻ്റെ ഗണിതം അളന്നവളായിരുന്നു ഹൈപ്പേഷ്യ. പുരുഷന്മാർ മാത്രം ഭരിച്ചിരുന്ന ആ കാലത്ത് ഗണിതത്തിലും തത്വശാസ്ത്രത്തിലും അവൾക്ക് മുകളിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അറിവിനെ ഭയക്കുന്ന മതഭ്രാന്തന്മാർക്ക് അവൾ ഒരു ഭീഷണിയായിരുന്നു. സെന്റ് സിറിൽ എന്ന ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവളെ വേട്ടയാടി. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആ കൊലപാതകം അയാൾ വിവരിക്കുമ്പോൾ രശ്മി പേടി കൊണ്ട് വിറച്ചു. അവർ അവളെ തടഞ്ഞു നിർത്തി, വസ്ത്രങ്ങൾ വലിച്ചുകീറി നഗ്നയാക്കി, തെരുവിലൂടെ വലിച്ചിഴച്ചു. മൂർച്ചയുള്ള കക്കത്തോടുകൾ കൊണ്ട് അവളുടെ മാംസം ജീവനോടെ മാന്തിക്കീറി. അവളുടെ ശരീരം കഷ്ണങ്ങളായി മുറിച്ച് അഗ്നിക്കിരയാക്കി. എന്നാൽ ആ യുവാവ് പറഞ്ഞ അടുത്ത കാര്യമാണ് രശ്മിയെ ഞെട്ടിച്ചത്. അന്ന് അവളെ കൊന്നവർ അവളുടെ മാംസം ഭക്ഷിച്ചു. അവരിലൂടെ ഹൈപ്പേഷ്യയുടെ അറിവ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഒഴുകി. അതിലൊരു കഷ്ണം മാംസം കൈമാറി വന്നത് കുന്നുമണത്തെ 18-ാം നൂറ്റുകാരിലേക്കാണ്. യൂറോപ്പിലേക്ക് പോയ ഇട്ടിക്കോരയുടെ കയ്യിൽ ഹൈപ്പേഷ്യയുടെ രഹസ്യഗണിത പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഇറ്റലിയിൽ വെച്ച് ഇട്ടിക്കോര മൈക്കലാഞ്ചലോയെ കാണുന്നു. മൈക്കലാഞ്ചലോ തന്റെ വിഖ്യാതമായ പിയാക്ക ശില്പം നിർമ്മിക്കാൻ തുടങ്ങുന്ന സമയമായിരുന്നു അത്. ക്രിസ്തുവിന്റെ മൃതദേഹം മടിയിൽ കിടത്തിയിരിക്കുന്ന മാതാവിന്റെ മുഖം കൊത്താൻ മൈക്കലാഞ്ചലോ പ്രയാസപ്പെട്ടപ്പോൾ ഇട്ടിക്കോര ഹൈപ്പേഷ്യയുടെ മുഖം വിവരിച്ചു കൊടുത്തു. പള്ളിയിൽ ആരാധിക്കപ്പെടുന്ന ആ വിശുദ്ധ രൂപത്തിന് പിന്നിൽ ചർച്ച ക്രൂരമായി കൊലപ്പെടുത്തിയ ആ ജ്ഞാനിയുടെ മുഖമാണെന്ന് ഇന്നും ലോകത്തിന് അറിയില്ല. ആ ശില്പം ഒരു രഹസ്യ സന്ദേശമാണ്, അടിച്ചമർത്തപ്പെട്ട അറിവിന്റെ വിജയം. ആ യുവാവ് ഇതെല്ലാം വിവരിക്കുന്നത് വെറുതെയല്ല. അയാൾ രശ്മിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, രശ്മി, നിനക്കും അനുപമയ്ക്കും ഹൈപ്പേഷ്യയുമായി ഒരു ബന്ധമുണ്ട്. നിങ്ങളുടെ സിരകളിലും ആ പഴയ അറിവിന്റെ അംശങ്ങളുണ്ട്. അനുപമയുടെ കുന്നുകളും കണക്ഷൻ വെറും ഒരു യാദൃശ്ചികതയല്ലെന്നും അവരെ ആ യുവാവ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഹൈപ്പേഷ്യയുടെ അപൂർണമായ ഗണിതങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണെന്നും അവർ തിരിച്ചറിയുകയായിരുന്നു. പക്ഷേ അതിനുള്ള വില ലൈംഗികതയും രക്തവും ചേർന്ന ആ പഴയ കൊടുക്കൽ ചടങ്ങാണെന്ന് അവർ അപ്പോഴാണ് മനസ്സിലാക്കിയത്. രാത്രിയിൽ വിജനമായ ഹൈവേയിലൂടെ അതിവേഗത്തിൽ പായുന്ന ആ കാറിനുള്ളിൽ രശ്മിയും അനുപമയും റിയയും കൂടെ സേവ്യർ എന്ന യുവാവും ഉണ്ടായിരുന്നു. ഹൈപ്പേഷ്യയുടെ ചരിത്രവും മൈക്കലാഞ്ചലോയുടെ പിയാത്തയും വിവരിച്ചു കഴിഞ്ഞപ്പോൾ ആ യുവാവ് ആ 3 പെൺകുട്ടികളുടെയും മസ്തിഷ്കത്തെ പൂർണ്ണമായും കീഴടക്കി കഴിഞ്ഞിരുന്നു. അയാൾ അവർക്ക് നൽകിയത് കേവലം അറിവല്ല, മറിച്ച് ഒരുതരം ലഹരിയായിരുന്നു. തങ്ങളൊരു വലിയ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്നു എന്ന തോന്നൽ അവരിൽ ശക്തമായി. കാർ കുന്നംകുളം ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരുന്നു. വഴിമത്തി അയാൾ അവരോട് പറഞ്ഞു, നമ്മൾ പോകുന്നത് വെറുമൊരു വീട്ടിലേക്കല്ല, ലോകത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന ഗണിതത്തിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്കാണ്. യാത്രക്കിടയിൽ അനുപമ അസ്വസ്ഥയായിരുന്നു. അവൾ ജനിച്ചു വളർന്ന മണ്ണിലേക്കാണ് അവർ പോകുന്നത്. പക്ഷേ തന്റെ തറവാടിന് ഇത്രയും ഭീകരമായ ഒരു മുഖമുണ്ടെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സേവ്യർ ഇടയ്ക്കിടെ അനുപമയെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നോട്ടത്തിൽ ഒരു ഉടമസ്ഥാവകാശമുണ്ടായിരുന്നു. അനുപമയുടെ കുന്നംകുളം കണക്ഷൻ വെറുമൊരു ചരിത്രമല്ലെന്നും അവൾ ആ തറവാട്ടിലെ ആചാരങ്ങൾക്ക് വേണ്ടി കരുതപ്പെട്ടവളാണെന്നും അയാൾ സൂചന നൽകി. 18-ാം നൂറ്റുകാരുടെ രക്തം അവളുടെ സിരകളിലുണ്ട്. അത് ഉണർത്തേണ്ടത് അയാളുടെ ആവശ്യമായിരുന്നു. കാറിനുള്ളിലെ അന്തരീക്ഷം പെട്ടെന്ന് മാറി. സേവ്യർ തന്റെ ലാപ്ടോപ്പിൽ ഇട്ടിക്കോരയുടെ വിചിത്രമായ ചില ജാമിതീയ രൂപങ്ങൾ കാണിച്ചു കൊടുത്തു. മനുഷ്യ ശരീരത്തിന്റെ അളവുകളും സെക്സും തമ്മിലുള്ള ബന്ധം അയാൾ വിവരിക്കാൻ തുടങ്ങി. അയാളുടെ ആവശ്യം വ്യക്തമായിരുന്നു. ഇട്ടിക്കോരയുടെ പൗരാണികമായ കോരപ്പൂട്ട് തുറക്കണമെങ്കിൽ അത് കേവലം ബുദ്ധി കൊണ്ട് മാത്രം സാധിക്കില്ല. ശരീരങ്ങൾ തമ്മിലുള്ള ഒരു പ്രത്യേകതരം ഇഴചേരലിലൂടെ മാത്രമേ ആ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്ന് അയാൾ അവരെ വിശ്വസിപ്പിച്ചു. അറിവിനോടുള്ള ഭ്രാന്തമായ ആവേശത്തിൽ ആധുനിക വിദ്യാഭ്യാസം നേടിയ ആ പെൺകുട്ടികൾ സേവ്യറുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറായി. ലൈംഗികത അവിടെ ഒരു വഴിയായിരുന്നു, ഇട്ടിക്കോരയുടെ ലോകത്തേക്കുള്ള വഴി. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവർ കുന്നുംകുളത്തെ ആ പഴയ തറവാടിന് മുന്നിലെത്തി. കാറിന്റെ വെളിച്ചത്തിൽ ആ വലിയ പടിപ്പുരയും കരിങ്കൽ മതിലുകളും ഭീകരമായി കാണപ്പെട്ടു. പെയ്തു തോർന്ന മഴയുടെ മണം അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം എവിടെ നിന്നോ വരുന്ന ചന്ദനത്തിരിയുടെയും കരിഞ്ഞ മാംസത്തിന്റെയും ആ പഴയ ഗന്ധം. വാതിൽ തുറന്നത് ഒരു വൃദ്ധനായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഒരുതരം തിളക്കമുണ്ടായിരുന്നു. സേവ്യറെ കണ്ടപ്പോൾ അയാൾ ബഹുമാനത്തോടെ തലകുനിച്ചു. രശ്മിയും റിയയും പരസ്പരം നോക്കി. അവർക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു വഴിയിലാണ് തങ്ങളെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. തറവാട്ടിനുള്ളിൽ അവർക്കായി ഒരു വിരുന്ന് ഒരുക്കിയിരുന്നു. വലിയ ഓട്ടുപാത്രങ്ങളിൽ വിളമ്പിയ ആവി പറക്കുന്ന വിഭവങ്ങൾ. സേവ്യർ അവരെ ആ ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചു. ഇത് കഴിക്കൂ, ഇത് ഇട്ടിക്കോരയുടെ റെസിപ്പിയാണ്. നിങ്ങളുടെ ബുദ്ധി തെളിയാൻ ഇത് സഹായിക്കും. ഭക്ഷണത്തിന്റെ രുചി വിചിത്രമായിരുന്നു.
അത് എന്തിന്റെ മാംസമാണെന്ന് ചോദിക്കാൻ രശ്മിക്ക് ധൈര്യം വന്നില്ല. പക്ഷേ തങ്ങൾ കഴിക്കുന്നത് സാധാരണ മാംസമല്ലെന്ന് അവളുടെ ഉള്ളിലെ ഗണിതശാസ്ത്രജ്ഞ പറഞ്ഞുകൊണ്ടിരുന്നു. വിരുന്നിനിടയിൽ സേവ്യർ ആ പഴയ കോരപ്പുട്ട് മേശപ്പുറത്ത് വെച്ചു. ഇന്നു രാത്രി ഇത് തുറക്കണം. അതിനായി നമ്മൾ ഇട്ടിക്കോരയ്ക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രാത്രി പാതി കഴിഞ്ഞു. കുന്നുകുളത്തെ ആ തറവാട് ഇപ്പോൾ ഒരു തടവറ പോലെയാണ്. പുറത്ത് തോരാതെ പെയ്യുന്ന മഴയുടെ ശബ്ദം മാത്രം. സേവ്യർ ആ വലിയ തേക്കിൻ മേശപ്പുറത്തേക്ക് ഒരു പെട്ടി എടുത്തു വെച്ചു. അതിന്റെ പുറത്ത് തിളങ്ങുന്ന ആ നിഗൂഢമായ കോരപ്പൂട്ട്. രശ്മിയും അനുപമയും റിയയും അവിടെ സ്തബ്ധരായി നിന്നു. സേവ്യർ അവരെ നോക്കി പറഞ്ഞു, ഈ പൂട്ട് തുറക്കാൻ കേവലം ഗണിതം മാത്രം പോരാ, അതിനൊരു രക്തബലി കൂടി വേണം. ഇട്ടിക്കോരയ്ക്ക് കൊടുക്കാതെ ഈ അറിവിന്റെ വാതിൽ തുറക്കില്ല. സേവ്യർ തന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തി. തറവാട്ടിലെ ആചാരമനുസരിച്ച് ആ കുടുംബത്തിലെ രക്തബന്ധമുള്ള ഒരു സ്ത്രീയുമായി, അതായത് അനുപമയുമായി ഒരു നിഗൂഢമായ ഒത്തുചേരൽ അയാൾക്ക് ആവശ്യമായിരുന്നു. ഹൈപ്പേഷ്യയുടെയും ഇട്ടിക്കോരയുടെയും ഗണിത ബുദ്ധിയിലുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുക എന്നതായിരുന്നു അയാളുടെ ഭ്രാന്തമായ ചിന്ത. ആധുനിക വിദ്യാഭ്യാസം നേടിയ അനുപമ ആദ്യം എതിർത്തുവെങ്കിലും സേവ്യറുടെ വശീകരണത്തിലും ഇട്ടിക്കോരയുടെ ലഹരിക്ക് മുന്നിൽ അവൾ തളർന്നുപോയി. ആ തറവാട്ടിലെ ഇട്ടറയ്ക്കുള്ളിൽ ഇട്ടിക്കോരയുടെയും ഹൈപ്പേഷ്യയുടെയും ചിത്രങ്ങൾക്ക് മുന്നിൽ വെച്ച് ആ ഭീകരമായ സമർപ്പണം നടന്നു. ലൈംഗികത അവിടെ കേവലം സുഖമായിരുന്നില്ല, മറിച്ച് ഗണിതക്രിയ പോലെ കൃത്യമായ ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നു. അതേസമയം ഹാളിലിരുന്ന രശ്മി ആ പൂട്ട് തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. സേവ്യർ അവൾക്ക് മുന്നിൽ ഒരു വെല്ലുവിളി വെച്ചിരുന്നു. ആ പൂട്ട് തുറന്നില്ലെങ്കിൽ ആ രാത്രി അവൾക്ക് അവസാനത്തേതായിരിക്കും. രശ്മി തന്റെ ലാപ്ടോപ്പും ബുദ്ധിയും ഉപയോഗിച്ച് ആ പൂട്ടിലെ അക്കങ്ങളുടെയും ചിഹ്നങ്ങളുടെയും പൊരുൾ തേടി. ഓരോ തവണ ചക്രം തിരിക്കുമ്പോഴും അവൾ ഹൈപ്പേഷ്യയുടെ ആ പഴയ ഗണിത സൂത്രവാക്യങ്ങൾ ഓർത്തെടുത്തു. പെട്ടെന്ന് അവൾക്ക് ആ സത്യം മനസ്സിലായി. ആ പൂട്ട് തുറക്കാനുള്ള താക്കോൽ ഇട്ടിക്കോര ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ആ സുവർണ അനുപാതം ആയിരുന്നു. അവളുടെ വിരലുകൾ വിറച്ചു. പൂട്ടിനുള്ളിൽ നിന്നും ലോഹഭാഗങ്ങൾ പരസ്പരം ഉരസുന്ന ശബ്ദം കേട്ടു. ഒരു ക്ലിക്ക് ശബ്ദത്തോടെ ആ പൂട്ട് തുറന്നു. രശ്മിയും റിയയും ആകാംക്ഷയോടെ ആ പെട്ടിയിലേക്ക് നോക്കി. അവിടെ സ്വർണമോ രത്നങ്ങളോ ആയിരുന്നില്ല അവരെ കാത്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്നത് ഉണങ്ങിയ ഏതാനും മനുഷ്യാസ്ഥികളും ഹൈപ്പേഷ്യയുടെ കൈപ്പിടയിലുള്ളതെന്ന് കരുതപ്പെടുന്ന രക്തം പുരുണ്ട ചില തോൽച്ചുരുളുകളുമായിരുന്നു. ആ അസ്ഥികൾ മറ്റാരുടേതുമായിരുന്നില്ല, അലക്സാണ്ട്രിയയിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെട്ട ഹൈപ്പേഷ്യയുടേതായിരുന്നു. അറിവ് എന്നത് മാംസത്തിലും അസ്ഥിയിലും ഒളിഞ്ഞു കിടക്കുന്ന ഒന്നാണെന്ന് ഇട്ടിക്കോര വിശ്വസിച്ചിരുന്നു. ആ അസ്ഥികൾ സാക്ഷിയാക്കിയാണ് നൂറ്റാണ്ടുകളായി ഈ വംശം വളർന്നത്. പൂട്ട് തുറന്ന സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്നും ആ വിചിത്രമായ മണം വീണ്ടും വന്നത്. ഇട്ടിക്കോരയുടെ വിരുന്ന് തയ്യാറായിരിക്കുന്നു. അനുപമ അകത്തെ മുറിയിൽ നിന്നും പുറത്തെത്തി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ആ പഴയ ഭയമില്ല, പകരം ഒരുതരം ഭ്രാന്തമായ തിളക്കമാണ്. അവർക്ക് മുന്നിൽ വിളമ്പിയ ആ മാംസം ആരുടേതാണെന്ന് സേവ്യർ വെളിപ്പെടുത്തി. ഇറാഖിലെ യുദ്ധഭൂമിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന കോരപ്പൂട്ട് തുറക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട ഒരു ഗണിതശാസ്ത്രജ്ഞനായിരുന്നു അത് എന്ന സത്യം കേട്ടതോടെ രശ്മിക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി. താൻ ഒരു കൊലയാളി സംഘത്തിന് നടുവിലാണെന്ന് അവൾ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. കുന്നംകുളത്തെ ആ രാത്രിക്ക് ശേഷം രശ്മിയും അനുപമയും റിയയും പഴയ പെൺകുട്ടികളായിരുന്നില്ല. ഇട്ടിക്കോരയുടെ പഴയ തോൽച്ചുരുളുകളിൽ നിന്നും അവർ വായിച്ചെടുത്തത് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. സേവ്യർ അവരെ ഒരു വിമാനത്തിൽ ഇറാഖിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ഇട്ടിക്കോരയുടെ സാമ്രാജ്യം അതിന്റെ വിശ്വരൂപം കാട്ടുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഒരു കുന്നംകുളത്തുകാരന്റെ കഥ ഇറാഖിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്. അവിടെയാണ് ഇട്ടിക്കോരയുടെ ബുദ്ധി. ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരും എണ്ണ കമ്പനികളും 18ാം നൂറ്റാണ്ടുകാരുടെ നിയന്ത്രണത്തിലാണെന്ന് രശ്മി തിരിച്ചറിഞ്ഞു. യുദ്ധം തകർത്ത ഇറാഖിലെ ഒരു ഭൂഗർഭറയിൽ വെച്ച് അവൾ ആ കാഴ്ച കണ്ടു. ആധുനിക ആയുധങ്ങളെക്കാൾ വലിയ ശക്തിയായി അവിടെ ആരാധിക്കപ്പെടുന്നത് ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ ഒരു ഭീമൻ പ്രതിമയാണ്. അവിടെയുള്ള പീഡനമുറികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് കുന്നംകുളത്തെ തറവാട്ടിലേക്ക് വിരുന്നിനായി കയറ്റി അയക്കുന്നത്. സേവ്യർ രശ്മിയെ അവിടെയുള്ള ഒരു ഹൈടെക് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളുടെ സെർവുകൾ ഹാക്ക് ചെയ്യുവാനും രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ തകർക്കാനും അവർ ഉപയോഗിക്കുന്നത് ഇട്ടിക്കോരയുടെ ആ പഴയ കോരപ്പുട്ട് കോഡുകളാണ്. ഗണിതശാസ്ത്രം അവിടെ ഒരു ആയുധമാണ്. രശ്മിക്ക് മനസ്സിലായി, താൻ ഇത്രയും കാലം പഠിച്ച ഗണിതമല്ല ഇത് രക്തം കൊണ്ട് എഴുതിയ മനുഷ്യനെ അടിമയാക്കുന്ന ഗണിതമാണ്. അനുപമ ഇതിനോടകം തന്നെ ആ സംഘടനയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. അവളിലൂടെ ഒരു പുതിയ ഇട്ടിക്കോര ജനിക്കാൻ പോകുന്നു എന്ന സത്യം അവൾ അഭിമാനത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. ഇറാഖിലെ ആ രഹസ്യ സങ്കേതത്തിൽ വെച്ച് നടന്ന വിരുന്നിൽ പങ്കെടുത്തത് ലോകത്തെ വിറപ്പിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളും കോടീശ്വരന്മാരുമായിരുന്നു. അവിടെ അവർക്ക് മുന്നിൽ വിളമ്പിയത് ഇട്ടിക്കോരയുടെ അതേ പഴയ റെസിപ്പികളാണ്. അറിവ് നേടാൻ
ഏത് ക്രൂരതയും ചെയ്യാൻ തയ്യാറുള്ള ഒരു പുതിയ തലമുറ അവിടെ വളരുന്നു. രശ്മിക്ക് അവിടെ വെച്ച് ഒരു സത്യം ബോധ്യപ്പെട്ടു. ഫ്രാൻസിസ് ഇറ്റിക്കോര എന്നത് ഒരാളല്ല, അതൊരു പ്രത്യയ ശാസ്ത്രമാണ്. ലോകത്തെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു നിഗൂഢ മതം. ഇറ്റിക്കോരയുടെ രഹസ്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ ആ സംഘടന എന്ത് ക്രൂരതയും ചെയ്യും. രശ്മി ഇപ്പോൾ ഒരു സന്നിഗ്ധാവസ്ഥയിലാണ്. ഒന്നുകിൽ അവൾക്കും അനുപമയെ പോലെ ഇറ്റിക്കോരയുടെ ദാസിയായി മാറാം, അല്ലെങ്കിൽ ആ സാമ്രാജ്യം തകർക്കാൻ ശ്രമിക്കാം. പക്ഷേ ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ഈ വലയിൽ നിന്നും അവൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? രശ്മിയും അനുപമയും റിയയും ഇറാഖിലെ ആ രഹസ്യ സങ്കേതത്തിലെത്തുമ്പോൾ തങ്ങളിൽ ഒരാൾക്ക് അവിടെ നിന്ന് ജീവനോടെ മടങ്ങാൻ കഴിയില്ലെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇതിൽ റിയ എന്ന പെൺകുട്ടി തുടക്കം മുതലേ ആ യുവാവിന്റെയും ഇറ്റിക്കോരയുടെയും ആചാരങ്ങളെ ഭയത്തോടെയാണ് കണ്ടിരുന്നത്. അവളുടെ ആ ഭയമാണ് ഒടുവിൽ അവളുടെ മരണവാറണ്ടായി മാറിയത്. ഇറ്റിക്കോരയുടെ സംഘടനയ്ക്ക് മനുഷ്യർ വെറും ഒരു പരീക്ഷണ വസ്തുക്കൾ മാത്രമാണ്. റിയയുടെ ശരീരഘടനയും അവളുടെ ബുദ്ധിശക്തിയും വിശകലനം ചെയ്ത സേവിയറും സംഘവും ഒരു തീരുമാനമെടുത്തു. അവൾ ഇറ്റിക്കോരയുടെ ഗണിതം പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു അവയവദാതാവ് ആകണം. അതൊരു സാധാരണ മരണമായിരുന്നില്ല. ജീവനോടെ ഇരിക്കെ തന്നെ അവളുടെ ശരീരത്തിലെ ഓരോ ഭാഗവും വേർതിരിച്ചെടുക്കുന്ന ഭീകരമായ ഒരു പ്രക്രിയയ്ക്കാണ് അവൾ വിധിക്കപ്പെട്ടത്. തങ്ങളുടെ പ്രിയ സുഹൃത്ത് കൺമുന്നിൽ വെച്ചില്ലാതാകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ രശ്മിക്കും അനുപമയ്ക്കും കഴിഞ്ഞുള്ളൂ. റിയ കൊല്ലപ്പെട്ടതിന് ശേഷം നടന്നത് അതിനേക്കാൾ ഭീകരമായ ഒന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇറ്റിക്കോര വിരുന്ന് റിയയുടെ ശരീരഭാഗങ്ങൾ ആചാരപരമായ രീതിയിൽ പാകം ചെയ്യപ്പെട്ടു. ആ സംഘടനയിലെ ഉന്നതർക്ക് അതൊരു ആഘോഷമായിരുന്നു. തങ്ങളുടെ കൂടെ നടന്ന ഒരേ മുറിയിൽ ഉറങ്ങിയ സുഹൃത്തിന്റെ മാംസം ഒരു വിഭവമായി മേശപ്പുറത്തെത്തുമ്പോൾ രശ്മിക്ക് അനുഭവപ്പെട്ട ആ നടുക്കം വിവരണാതീതമാണ്. അനുപമ അപ്പോഴും ഒരുതരം മയക്കത്തിലായിരുന്നു. ഇറ്റിക്കോരയുടെ ലഹരി അവളിൽ അത്രമേൽ പടർന്നിരുന്നു. റിയയുടെ മരണം ഒരു പാഴായിപ്പോയ ജീവനല്ലെന്നും അത് ഇറ്റിക്കോരയുടെ സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു സമർപ്പണമാണെന്നും അവൾ വിശ്വസിച്ചു. റിയയുടെ അന്ത്യം രശ്മിക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. ഇറ്റിക്കോരയുടെ ലോകത്ത് പിന്തിരിഞ്ഞു നടക്കാൻ കഴിയില്ല. ഒന്നുകിൽ നീ ഇരയാകണം, അല്ലെങ്കിൽ വേട്ടക്കാരനാകണം. റിയയുടെ കൊലപാതകത്തിലൂടെ ആ സംഘടന രശ്മിക്ക് ഒരു സന്ദേശം നൽകി. നീ ഞങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ ഇതാണ് നിന്റെയും വിധി. റിയയുടെ അവശേഷിച്ച അസ്ഥികൾ ആ പഴയ കോരക്കൂട്ടിനുള്ളിൽ ഇറ്റിക്കോരയുടെ അടുത്ത സ്മാരകമായി അടയ്ക്കപ്പെട്ടു. ഇറാഖിലെ ആ മണൽക്കാറ്റിൽ റിയയുടെ കരച്ചിൽ ആരും കേൾക്കാതെ. റിയയുടെ ദാരുണമായ അന്ത്യം രശ്മി ഒരു കാര്യം പഠിപ്പിച്ചു. ഈ ലോകത്ത് കണ്ണീരിന് സ്ഥാനമില്ല. ഇറ്റിക്കോരയുടെ ഗണിതം പഠിച്ചവർക്ക് വികാരങ്ങളില്ല. അവർക്ക് ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. താൻ സ്നേഹിച്ച സുഹൃത്തിനെ കൊന്നു തിന്ന ആ വിരുന്നിൽ പങ്കുചേരേണ്ടി വന്നപ്പോൾ രശ്മിയുടെ ഉള്ളിലെ പഴയ പെൺകുട്ടി എന്നേക്കുമായി മരിച്ചു. പകരം അവിടെ ഒരു പുതിയ ഇറ്റിക്കോര ജനിക്കുകയായിരുന്നു. അനുപമ ഇപ്പോൾ പഴയ സുഹൃത്തല്ല. അവൾ സേവറിന്റെയും ഇറ്റിക്കോര സാമ്രാജ്യത്തിന്റെയും പ്രധാനിയാണ്. കുന്നുകുളത്തെ ആ പഴയ തറവാട്ടിലെ രക്തം അവളിൽ പൂർണ്ണമായും പടർന്നു കഴിഞ്ഞു. അവൾ തന്റെ ഗർഭപാത്രത്തെ ഇറ്റിക്കോരയുടെ അടുത്ത തലമുറയ്ക്കായി സമർപ്പിച്ചു. 18-ാം കൂറ്റുകാരുടെ അടുത്ത ആചാര്യൻ അവളിലൂടെയാണ് ജനിക്കാൻ പോകുന്നതെന്ന ചിന്ത അവളെ ഒരു ക്രൂരയാക്കി. രശ്മി ആ സംഘടനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയതായി അഭിനയിച്ചു. അവൾ ഇറ്റിക്കോരയുടെ ഏറ്റവും സങ്കീർണമായ ആ മാസ്റ്റർ കോഡ് വികസിപ്പിക്കാൻ സേവിയറെ സഹായിച്ചു. ലോകത്തിലെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളെയും ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ ആയുധമായിരുന്നു അത്. പക്ഷേ സേവിയർ അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. രശ്മി ആ ഗണിതത്തിനുള്ളിൽ ഒരു ചെറിയ ലൂപ്പുകൾ കരുതി വെച്ചിരുന്നു. ഹൈപേഷ്യയുടെ അറിവുകൾ താൻ പഠിച്ചത് ഈ പൈശാചികതയെ വളർത്താനല്ല, മറിച്ച് അവസാനിപ്പിക്കാനാണെന്ന് അവൾ ഉറപ്പിച്ചു. അറിവ് എന്നത് മാംസം തിന്നാനുള്ളതല്ല, മനുഷ്യനെ സ്വതന്ത്രമാക്കാനുള്ളതാണെന്ന വലിയ പാഠം അവൾ അവിടെ പ്രയോഗിച്ചു. അന്ന് കുന്നുകുളത്തെ ആ തറവാട് ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു. 18-ാം കൂറ്റുകാരുടെ ആഗോള തലവന്മാർ അവിടെ ഒത്തുകൂടിയിരിക്കുന്നു. സേവിയറും അനുപമയും ആ വിരുന്നിന്റെ ആതിഥേയരാണ്. രശ്മി തന്റെ ലാപ്ടോപ്പുമായി ആ വിരുന്നിന്റെ ഒരു മൂലയിൽ ഇറ്റിക്കോരയുടെ അന്തിമ ഗണിതം പൂർത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. വിരുന്നിലെ പ്രധാന വിഭവം മേശപ്പുറത്തെത്തി. ഈ തവണ അത് ഇറാഖിൽ നിന്നുള്ള ഒരാളായിരുന്നില്ല. ഇറ്റിക്കോരയുടെ നിയമങ്ങൾ തെറ്റിച്ച, ആ രഹസ്യങ്ങൾ പുറം ലോകത്തിന് ചോർത്തി നൽകാൻ ശ്രമിച്ച സ്വന്തം വംശത്തിൽപ്പെട്ട ഒരാളെ തന്നെയാണ് അവർ ഇറ്റിക്കോരയ്ക്ക് സമർപ്പിച്ചത്. അനുപമയുടെ കണ്ണുകളിൽ പഴയ കരുണയില്ല. അവളിപ്പോൾ പൂർണ്ണമായും ഒരു 18-ാം കൂറ്റുകാരിയാണ്. തന്റെ ഗർഭത്തിലുള്ള കുട്ടി അടുത്ത ഇറ്റിക്കോരയായി വാഴാൻ ഈ രക്തബലി അനിവാര്യമാണെന്ന് അവർ വിശ്വസിച്ചു. വിരുന്നിൽ പങ്കെടുത്ത പ്രമുഖർ ആ മാംസം നുണയുമ്പോൾ രശ്മിയുടെ വിരലുകൾ ലാപ്ടോപ്പിലെ എൻറ്റർ കീയിൽ അമരാൻ തയ്യാറെടുക്കുകയായിരുന്നു. രശ്മി ആ പഴയ തോൾ ചുരുളുകളിൽ നിന്നും കണ്ടെത്തിയ ഗണിതം സേവ്യർ വിചാരിച്ചതുപോലെ ലോകം കീഴടക്കാനുള്ളതായിരുന്നില്ല.
അത് ആ സാമ്രാജ്യത്തിന്റെ സെൽഫ് ഡിസ്ട്രക്ട് കോഡ് ആയിരുന്നു. കൃത്യം അർദ്ധരാത്രിക്ക് രശ്മി ആ ബട്ടൺ അമർത്തി. നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സെർവുകളിൽ ഇട്ടിക്കോരയുടെ സാമ്പത്തിക സാമ്രാജ്യം കത്തിയമരാൻ തുടങ്ങി. സ്ക്രീനുകളിൽ ഇട്ടിക്കോരയുടെ ചിഹ്നം മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു. സേവ്യർ പരിഭ്രാന്തനായി തന്റെ ഫോണിലേക്ക് നോക്കി. നൂറ്റാണ്ടുകളായി അവർ സ്വരുക്കൂട്ടിയ കോടിക്കണക്കിന് ഡോളറുകൾ നിമിഷനേരം കൊണ്ട് ഇല്ലാതായി. പെട്ടെന്നാണ് തറവാടിന്റെ നാലുകെട്ടിനുള്ളിൽ തീ പടർന്നത്. അത് കേവലം ഒരു അപകടമായിരുന്നില്ല. ആ തറവാടിന്റെ നിലവറകളിൽ ഇട്ടിക്കോര സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളും പുരാതന ഗ്രന്ഥങ്ങളും ഒരേപോലെ കത്തിനശിച്ചു. ആ പുകയ്ക്കിടയിലൂടെ രശ്മി പുറത്തേക്ക് നടന്നു. അവൾക്കൊപ്പം റിയയുടെ ഓർമ്മകളും ഹൈപേഷ്യയുടെ ശാപവും ഉണ്ടായിരുന്നു. പിന്നിൽ സേവിയറും അനുപമയും ആ തറവാടിനുള്ളിലെ നിഗൂഢതകൾക്കൊപ്പം വെന്തുരുകുകയായിരുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ ആഗോള തലവന്മാർ തങ്ങളുടെ ആയുധങ്ങളും അറിവുകളും സംരക്ഷിക്കാൻ കഴിയാതെ ആ അഗ്നിക്കിരയായി. കുന്നംകുളം അങ്ങാടിയിലേക്ക് രശ്മി നടന്നു വരുമ്പോൾ നേരം വെളുത്തു തുടങ്ങിയിരുന്നു. കൈവശം അവൾ ഒരു കാര്യം മാത്രം കരുതി: ഇട്ടിക്കോരയുടെ ആ പഴയ ലോഹപ്പൂട്ട്. പക്ഷേ അതിന്റെ താക്കോൽ അവൾ ആ തീയിൽ എറിഞ്ഞു കളഞ്ഞിരുന്നു. കഥ അവസാനിക്കുമ്പോൾ രശ്മി ഒരു വിമാനത്താവളത്തിലിരുന്ന് തന്റെ അടുത്ത യാത്രയ്ക്കായി കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ തവണ അവൾ ഇരയല്ല, വേട്ടക്കാരിയാണ്. ഇട്ടിക്കോരയുടെ അറിവുകൾ അവൾക്കുള്ളിലാണ്. അവൾ അത് ലോകത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുമോ, അതോ മറ്റൊരു ഇട്ടിക്കോരയായി മാറുമോ? കുന്നംകുളത്തെ ആ രാത്രി അവസാനിച്ചു. പക്ഷേ 18-ാം നൂറ്റാണ്ടിന്റെ വേരുകൾ പൂർണ്ണമായും അറ്റുപോയോ? ഇന്നും ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിൽ മനുഷ്യ മാംസത്തിന്റെ ഗന്ധമുള്ള വിരുന്നുകൾ നടക്കുന്നുണ്ടാകുമോ? ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന കഥ നമ്മെ ചിന്തിപ്പിക്കുന്നത് ഇതാണ്: അറിവ് ഒരു ആയുധമാണ്. അത് ആരുടെ കയ്യിലിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് നന്ദി. മറ്റൊരു വിസ്മയകരമായ കഥയുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.